ഹലോ ഫ്രണ്ട്സ്, ജീനീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയാണ്. ഇത് എഴുതിയത് ഒരു ഈജിപ്ഷ്യൻ റൈറ്ററായ നജീബ് മഹ്ഫൂസ് ആണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫാണ് ഇത്. ഒരു അച്ഛൻ്റെ കൂടെ മോൻ സ്കൂളിലോട്ട് പോകുന്നതും തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉള്ള നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. I proceeded. Proceeded means walked, നടന്നു. Moved forward, മുന്നോട്ട് നടന്നു. ഞാൻ മുന്നോട്ട് നടന്നു. Alongside my father, എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. എങ്ങനെ? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ക്ലച്ചിങ് മുറുകെ പിടിക്കുക, ഹോൾഡിങ് ടൈറ്റ്ലി. അച്ഛൻ്റെ വലത് കൈ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. സ്ട്രൈഡ് എന്ന് വെച്ചാൽ ലോങ് സ്റ്റെപ്പ്. അച്ഛൻ നീണ്ട കാലാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ കാല് എടുത്ത് നീട്ടി വലിച്ചാണ് അച്ഛൻ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഞാൻ റണ്ണിങ് ആണ്, ഓടുകയാണ്. ഓടിക്കൊണ്ടാണ് മോൻ നടക്കുന്നത്. അപ്പോൾ അച്ഛനും മോനും കൂടെ എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. എൻ്റെ വസ്ത്രം എല്ലാം പുതിയ വസ്ത്രമാണ്. പുതിയ വസ്ത്രത്തിൽ എന്തൊക്കെയുണ്ട്? ദ ബ്ലാക്ക് ഷൂസ്, കറുത്ത ഷൂ ഉണ്ട്. ഗ്രീൻ സ്കൂൾ യൂണിഫോം, പച്ച നിറത്തിലുള്ള യൂണിഫോം ഉണ്ട്. ആൻഡ് ദ റെഡ് ടർബൂഷ്. ടർബൂഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാപ്പ്, ഒരു തരം തൊപ്പിയാണ്. തൊപ്പിയൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സഡ്. ഡിലൈറ്റ് എന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പിനെസ് ആണ്. എൻ്റെ സന്തോഷം, ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സന്തോഷം ഹൗവർ എന്നിരുന്നാലും മിക്സഡ് ആയിരുന്നു. ഒരു എല്ലാം കൂടിയൊരു വികാരമായിരുന്നു. സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇപ്പോൾ ഈ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോകുന്നത് ഏതെങ്കിലും ഫീസ്റ്റ് ഡേ അല്ല. ഫീസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ ഡേ, ഒരു ഉത്സവ ദിവസമൊന്നുമല്ല. പകരം എങ്ങനത്തെ ദിവസമാണ്? ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ദിവസമാണ്. ഇപ്പോൾ ഏതൊരു കുട്ടിയും ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ അല്ലേ പോകാൻ. അതേപോലെയാണ് നമ്മുടെ നരേറ്റർക്ക് തോന്നുന്നത്. പിന്നെ എന്തെല്ലാം കാഴ്ച കാണുന്നുണ്ട്? മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. എൻ്റെ അമ്മ ജനലിലൂടെ നോക്കി നിൽപ്പുണ്ട്, ഞങ്ങളെ നോക്കി നിൽപ്പുണ്ട്. ഞങ്ങൾ പോകുന്നത് നോക്കി അമ്മ നിൽക്കുന്നു. അമ്മ നിൽക്കുമ്പോൾ ആൻഡ് ഐ വുഡ് ടേൺ, ഞാൻ തിരിഞ്ഞു നോക്കുമായിരുന്നു. ടുവേർഡ് ഹെർ, അമ്മയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കും. ഇടയ്ക്കിടയ്ക്ക്, ഫ്രം ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക് അമ്മയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നു. എന്തിനാ അമ്മയോടത്ത് തിരിഞ്ഞു നോക്കുന്നത്? അച്ഛൻ്റെ കൈ പിടിച്ചാണ് പോകുന്നത്. തിരിഞ്ഞ് വീട്ടിലോട്ട് ജനലിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ തിരിഞ്ഞു നോക്കുന്നത് എന്തിനാണ്? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അപ്പീലിംഗ് എന്ന് വെച്ചാൽ റിക്വസ്റ്റിംഗ്, അപേക്ഷയാണ്. അമ്മയോട് അപേക്ഷിക്കുകയാണ്. ഫോർ ഹെൽപ്പ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യമ്മ, എനിക്ക് പോവണ്ടമ്മ സ്കൂളിൽ, അപ്പോൾ എന്നെ ഒന്ന് ഇടപെടാൻ വരാൻ പറഞ്ഞിട്ടുള്ള ഒരപേക്ഷ രീതിയിലാണ് നമ്മുടെ കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത്. വി വോക്ക്ഡ് എലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അങ്ങനെ ഞങ്ങൾ നടന്നു. ഏതിലൂടെ? ഒരു തെരുവിലൂടെ. രണ്ട് വശവുമൊക്കെ ഗാർഡൻ നിറഞ്ഞ, പൂന്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു തെരുവിലൂടെയാണ് നടത്തം. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. ഇരുവശങ്ങളിലും എക്സ്റ്റെൻസീവ്, അമിത അളവിലുള്ള, വൈഡ് എന്ന അർത്ഥം കേട്ടോ. കവറിങ് ലാർജ് ഏരിയ, ഒരു പ്രദേശം മൊത്തം കവർ ചെയ്യുന്ന വലിയ അളവിലുള്ള പാടങ്ങളുണ്ട്. പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, അതിലൊക്കെ ധാന്യങ്ങളാണ് നട്ടിരിക്കുന്നത്. ധാന്യങ്ങൾ നട്ട പാടങ്ങളാണ് രണ്ട് വശത്തും ഉള്ളത് കേട്ടോ. അതിന് നടുവിലൂടെയാണ് യാത്ര. പ്രിക്ലി പിയേഴ്സ്. പ്രിക്ലി എന്ന് വെച്ചാൽ ഈ മുള്ളുകളൊക്കെയുള്ള ചെടികളാണ്. പഴങ്ങളൊക്കെ വരുന്ന, പഴവും കായൊക്കെ ഉണ്ടാകുന്ന ഒരുതരം ചെടിയാണ് കേട്ടോ പിയേഴ്സ്. ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടികളുണ്ട്. ഫ്യൂ ഡേറ്റ് പാംസ്, ഈന്തപ്പനകളുണ്ട് കുറച്ച്. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് യാത്ര. അപ്പോൾ മോൻ അച്ഛനോട് ചോദിക്കുവാണേ, വൈ സ്കൂൾ? എന്തിനാ സ്കൂളിൽ പോകുന്നേ? എന്തിനാ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നേ? ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ തുറന്ന് അങ്ങോട്ട് ചോദിച്ചു. ചലഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം വെല്ലുവിളിക്കാമെന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് ഇഷ്ടക്കേടോടുകൂടി ചോദിക്കത്തില്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കുന്നേ എന്ന് ചോദിച്ചു. ഒരു ഡയലോഗും കൂടെ മോൻ പറയുന്നുണ്ട് അച്ഛനോട്. ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അനോയ് എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ഓർ മേക്ക് ആംഗ്രി, ദേഷ്യം പിടിപ്പിക്കുക. ഇപ്പോൾ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നേ? അപ്പം അച്ഛൻ്റെ റിപ്ലൈ,
ഐ ആം നോട്ട് പനിഷിങ് യു. ആം ഐ? ഐ ആം നോട്ട് പനിഷിങ് യു. ഞാൻ നിന്നെ ശിക്ഷിക്കുകയൊന്നുമല്ല, പനിഷ് ചെയ്യുകയല്ലോ. ആം ഐ? അങ്ങനെയാണോ? ഹീ സെഡ് ലോഫിങ്. ലോഫിങ് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുകയൊന്നുമല്ല മോനെ. സ്കൂൾ ഈസ് നോട്ട് എ പനിഷ്മെൻറ്റ്. വിദ്യാലയം എന്നത് ഒരു പനിഷ്മെൻറ്റ് ഏരിയ ഒന്നുമല്ല, ശിക്ഷ നടപ്പിലാക്കേണ്ട ഇടമൊന്നുമല്ല. അത് ശിക്ഷ നടപ്പാക്കാനുള്ളതല്ല വിദ്യാലയം. ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഇറ്റ്സ് എ ഫാക്ടറി, ലൈക്ക് എ ഫാക്ടറി. ഇതൊരു ഫാക്ടറി പോലെയാണ്. എന്താണ് ഫാക്ടറി എന്ന് വെച്ചാൽ? നിർമ്മാണശാല അല്ലേ? അവിടെ എന്താ ഉണ്ടാക്കുന്നത്? മേക്സ് യൂസ്ഫുൾ പീപ്പിൾ, ഉപയോഗപ്രദരായ ആളുകളെ വാർത്തെടുക്കുന്നു. ഔട്ട് ഓഫ് ചിൽഡ്രൻ. എവിടെ നിന്ന്? കുട്ടികളിൽ നിന്ന്. അപ്പോൾ കുട്ടികളാണല്ലോ ഭാവിയിൽ വളർന്ന് വലിയ ആളുകളായി മാറുന്നേ, നാളത്തെ പൗരന്മാരായി വളരുന്നേ. അപ്പോൾ ആ പൗരന്മാരാക്കി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനാണ് ഉള്ള ഒരു ഫാക്ടറി പോലെയാണ് സ്കൂള്. അല്ലാതെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാലയമൊന്നുമല്ല. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? എന്താ മോനെ, നിനക്ക് വളരണ്ടേ? ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? ഗ്രോ അപ്പ് എന്ന് വെച്ചാൽ വളരുക. നിനക്ക് വളരാനൊന്നും ആഗ്രഹമില്ലേ? ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അച്ഛൻ ചോദിച്ചിട്ടും നമ്മുടെ നായകനായ കൊച്ചിന് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എനിക്ക് എന്തായില്ല? എനിക്ക് ബോധ്യം വന്നിട്ടില്ല. എനിക്ക് എന്താണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വന്നില്ല. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഷുവർ, ബോധ്യം വരിക, ഉറപ്പ് വന്നില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഐ ഡിഡ് നോട്ട് ബിലീവ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്ത് വിശ്വസിച്ചിട്ടില്ല? ദർ വാസ് റിയലി എനി ഗുഡ്, എന്തെങ്കിലും നല്ലതുള്ളതായി നല്ല കാര്യമായിട്ട് വിശ്വസിച്ചിട്ടേ ഇല്ല. ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ. ടിയറിങ് എന്ന് വെച്ചാൽ വേർപെടുത്തുക, എന്നെ വേർപെടുത്തുക, അകറ്റുക, മാറ്റുക എന്നൊക്കെയാണ്. എവേ ഫ്രം ഇൻറ്റിമസി. എന്താ ഇൻറ്റിമസി എന്ന് വെച്ചാൽ? ക്ലോസ് റിലേഷൻ അല്ലേ, അടുത്ത ബന്ധം. എൻ്റെ വീട്ടിലല്ലേ എനിക്ക് അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ വീട് എന്ന അടുത്ത ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി മാറ്റി അകറ്റി നിർത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോവാണ്? ത്രോയിങ് മീ. ത്രോയിങ് എന്ന് വെച്ചാൽ എറിയുക. എന്നെ എവിടേക്ക് എറിയുവാണ്? ദിസ് ബിൽഡിങ്, ഈ കെട്ടിടത്തിലേക്ക്. എന്തിനാണ് പറഞ്ഞത്? സ്കൂളിനെ. അപ്പോൾ സ്കൂൾ എന്ന കെട്ടിടത്തിലേക്ക് എന്നെ മാറ്റി എറിയുന്നതിനോട് ഇതിലിപ്പോൾ എന്താ നന്മയുള്ളത്? ഞാനത് വിശ്വസിച്ചിരുന്നില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ്. ഇനി സ്കൂളിനെ വർണ്ണിക്കുകയാണ് കേട്ടോ. കണ്ടാൽ എങ്ങനെയുണ്ട്? ഹ്യൂജ്, വലിയ കെട്ടിടം. ഹൈ വോൾഡ്, ഉയർന്ന മതിലുകളുള്ള. ഫോർട്രസ്, ഒരു കോട്ട. ഫോർട്ട് അറിയില്ലേ? കോട്ട. അപ്പോൾ വലിയ ഉയർന്ന മതിലുകളുള്ള കോട്ട പോലെയുണ്ട്. സ്റ്റേൺ ആൻഡ് ഗ്രിമ്മാണ്. സ്റ്റേൺ, ഉറച്ച കെട്ടിടമാണ്, കാണാൻ നല്ല ഉറപ്പുള്ളതാണ്. അല്ല, ഗ്രിമ്മാണ്. ഗ്രിം എന്ന് വെച്ചാൽ സീരിയസ്. കണ്ടാൽ തന്നെ നമുക്കൊരു അല്പം പേടിയൊക്കെ ഉണ്ട്. ഗൗരവമുള്ള ഒരു സ്ഥാപനം. അതായിട്ടാണ് പുള്ളിക്ക് തോന്നിയത്. അങ്ങനെ വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്, ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ വി കുഡ് സീ ദ കോർട്ട്യാർഡ്, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റം. ഞങ്ങൾ മുറ്റം കണ്ടു. മുറ്റത്തിൻ്റെ പ്രത്യേകത വാസ്റ്റ്, വിശാലമായ മുറ്റമാണ്. അതിൽ ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ക്രാംഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫിൽഡ്, മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ്. ആ മുറ്റം വിശാലമായ മുറ്റം നിറച്ച് ബോയ്സും ഗേൾസും ഉണ്ട്. ഒക്കെ അവരവർ പ്ലേ ടൈം കളിക്കുവാണ്. സ്കൂൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ മോനോട് പറയുവാണ്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗോ, നീ പോകണം. ബൈ യുവർ സെൽഫ്, നീ തന്നെ പോകണം. നീ സ്വയം നടന്ന് കയറി സ്കൂളിലോട്ട് ചെല്ലണം. സെഡ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ പറഞ്ഞു. എന്നിട്ടോ ആൻഡ് ജോയിൻ ദം, അവരുടെ ഒപ്പം ചേരണം. സ്കൂളിലുള്ള മറ്റ് പിള്ളേരുടെ കൂടെ നീ ചേരണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. എപ്പോഴും നിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വേണം. ഒരു ചിരിയോടുകൂടി വേണം നീ എല്ലാവരെയും ഫേസ് ചെയ്യാൻ. ഓക്കെ, നിൻ്റെ മുഖത്ത് അത് വേണം. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് നീ നല്ല എക്സാമ്പിൾ, ഒരു മാതൃകയായിരിക്കണം. വോണ്ട് യു? നീ ചെയ്യില്ലേ മോനെ? ഉപദേശിക്കുക കേട്ടോ. മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ നായകൻ കൊച്ച് ഐ ഹെസിറ്റേറ്റഡ്, ഞാൻ മടിച്ച്. ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല, ഇഷ്ടമില്ല. അപ്പോൾ ഒരു മടിയോടുകൂടിയാണെങ്കിലും ഞാൻ അങ്ങനെ ക്ലങ് ടു ഹിസ് ഹാൻഡ്, അച്ഛൻ്റെ കയ്യിൽ ക്ലങ് എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ടൈറ്റ് ചെയ്ത് പിടിച്ചു. പിടിവിടുന്നില്ല മോൻ പിടിവിടുന്നില്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. പക്ഷേ അദ്ദേഹം ജെൻറ്റിലി പുഷ്ഡ് മീ ഫ്രം ഹിം, വളരെ സൗമ്യമായിട്ട്. ജെൻറ്റിലി എന്ന് വെച്ചാൽ വളരെ സൗമ്യമായിട്ട്, വളരെ പതുക്കെ തന്നെ പുഷ്ഡ് മീ, എന്നെ തള്ളി. എങ്ങോട്ട്? ഫ്രം ഹിം, അദ്ദേഹത്തിൽ നിന്ന് തള്ളി മാറ്റി. ബി ബോൾഡ്,
ധൈര്യമായിരിക്കടാ, ഹീ സെഡ്. അദ്ദേഹം പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അച്ഛൻ മോനെ ഉന്തി തള്ളി സ്കൂളിലോട്ട് വിടുവാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ ശരിക്കും നിൻ്റെ ലൈഫ് ആരംഭിക്കുന്നത്, ബിഗിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യു വിൽ ഫൈൻഡ് മീ. നീ കണ്ടുപിടിക്കും, നീ കണ്ടെത്തും. വെയിറ്റ് യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നീ എന്നെ കണ്ടെത്തും എപ്പോൾ? വെയിറ്റിംഗ് ഫോർ യു, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതായി നീ കണ്ടെത്തും എപ്പോൾ? വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്, പോകേണ്ട സമയമാകുമ്പോൾ ഞാനിവിടെ ഉണ്ടാകും. അതിനർത്ഥം വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാനിവിടെ നിൽക്കും എന്നർത്ഥം. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ ഏതാനും പടികൾ കൂടെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ മുന്നോട്ട് നീങ്ങുവാണ്. ദെൻ സ്റ്റോപ്പ്ഡ്, പിന്നെ അവിടെ നിന്നു. ആൻഡ് ലുക്ക്ഡ്, എന്നിട്ട് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി. ബട്ട് സോ നത്തിങ്, പക്ഷെ ഒന്നും കാണുന്നില്ല, ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. അപ്പോഴാണ് പല പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ കാഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പതുക്കെ പല പല ഗേൾസും ബോയ്സും ഞാൻ കണ്ടു തുടങ്ങി. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അതിലൊരു ആളെ പോലും, ഒരു ചെറിയ ആളെ പോലും, കുഞ്ഞൊരു വ്യക്തിയെ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരാളെ പോലും എനിക്ക് അറിയത്തില്ല. നൺ ഓഫ് ദം ന്യൂ മീ. നൺ ഓഫ് ദം, അവരിൽ ആർക്ക് പോലും ന്യൂ മീ, എന്നെയും അറിഞ്ഞിട്ടില്ല. നണ്ണ് എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് കേട്ടോ. അപ്പോൾ എന്നെയും അവർക്കും അറിയില്ല, എനിക്ക് അവരെയും അറിയില്ല, അവർക്ക് പരിചയമില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ. എന്നിട്ട് പറയുവാണ്, ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി, ഐ വാസ് എ സ്ട്രേഞ്ചർ, ഞാനൊരു അപരിചിതനെ പോലെയാണ്. ഹു ഹാഡ് ലോസ്റ്റ് ഈസ് വേ. വഴി നഷ്ടപ്പെട്ട, വേ എന്ന് വെച്ചാൽ വഴിയാണ്, ലോസ്റ്റ് നഷ്ടപ്പെടുക, വഴി തെറ്റിയ ഒരാളെ പോലെ, വഴി നഷ്ടപ്പെട്ട ഒരാളെ പോലെ, എല്ലായിടത്തും പോയി ഒരു അപരിചിതരുടെ ആൾക്കാരുടെ ഇടയിൽ പോയി, കൂട്ടത്തിനിടയിൽ പോയി പെട്ട ആളെ പോലെ എനിക്ക് തോന്നിയതെന്ന് പറയുവാണ് കേട്ടോ സ്കൂളിൽ കയറിയപ്പോൾ. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വേർ ഡയറക്റ്റഡ് ടുവേർഡ് മീ. പക്ഷേ ഗ്ലാൻസസ് എന്ന് വെച്ചാൽ നോട്ടങ്ങൾ, ക്യൂരിയോസിറ്റി ആകാംക്ഷ, വേർ ഡയറക്റ്റഡ് ടുവേർഡ് മീ, എന്നിലേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കി, ആകാംക്ഷയോട് കൂടി എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എ ബോയ് അപ്രോച്ച് എന്ന് വെച്ചാൽ സമീപിച്ചു. ഒരാൺകൊച്ച് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആസ്ക്ഡ്, എന്നെ സമീപിച്ചിട്ട് എന്നോട് ചോദിച്ചു. ചോദിച്ചു. എന്ത് ചോദിച്ചു? ഹൂ ബ്രോട്ട് യു. ആരാ നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? ബ്രോട്ട് യു, ഇവിടെ കൊണ്ടുവന്നതാരാ? അപ്പം നമ്മുടെ എന്തായിരിക്കും മോൻ പറയുക? മൈ ഫാദർ, എൻ്റെ അച്ഛൻ കൊണ്ടുവിട്ടു. ഐ വിസ്പേർഡ് എന്ന് വെച്ചാൽ ടോക്ക് ഇൻ എ ലോ വോയിസ്, വളരെ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുക. പതുക്കെ പറഞ്ഞു, പേടിച്ചിട്ടാണ് കേട്ടോ, പിന്നെ പുതിയ ആളാണ്, പുതിയ ഇടമല്ലേ. അപ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടുവിട്ടെ. ഇത് കേട്ടപ്പോൾ ആ ചോദിച്ച കുട്ടി ബോയ് പറയുവാണേ, മൈ ഫാദർ ഈസ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അവൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. വളരെ ലളിതമായി കൂളായിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന്. ഇത് കേട്ടപ്പോൾ ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഈ നേരം കൊണ്ട് ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിബിൾ സ്ക്രീച്ച്. പിറ്റിബിൾ എന്ന് വെച്ചാൽ ദയോട് തോന്നിക്കുന്ന, സഹതാപം തോന്നിക്കുന്ന. സ്ക്രീച്ച് എന്ന് വെച്ചാൽ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം. ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ തോന്നുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അതിനാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഗേറ്റ് അടയ്ക്കിയ ഒരു ശബ്ദത്തോടു കൂടി ഗേറ്റ് അടച്ചു. സം ഓഫ് ദ ചിൽഡ്രൻ, ഗേറ്റ് അങ്ങ് അടച്ചപ്പോഴേക്കും സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ചില കുട്ടികൾ കരച്ചിലിൻ്റെ വക്കിലെത്തി, കണ്ണുനീരങ്ങോട്ട് ടിയേഴ്സ് ഒഴുകി നിറഞ്ഞു. ദ ബെൽ റാങ്, ബെല്ല് മുഴങ്ങി, സ്കൂൾ ബെല്ല് മുഴങ്ങി കേട്ടോ. എ ലേഡി കേം എലോങ്, ഒരു സ്ത്രീ ആദ്യം അടുത്തേക്ക് വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ, ഒരു കൂട്ടം പുരുഷന്മാരും അവരുടെ പിന്നാലെ വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. ഈ വന്ന പുരുഷന്മാർ, ആണുങ്ങൾ എന്ത് ചെയ്തു? ബിഗാൻ സോർട്ടിങ് അസ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. ഞങ്ങൾ റാങ്ക് പ്രകാരം, അതായത് 1ാം ക്ലാസ്സിലോട്ട് പോകേണ്ട പിള്ളേരെ അങ്ങനെ തരംതിരിച്ചു, സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകേണ്ട പിള്ളേരെ തരംതിരിച്ചു, അങ്ങനെ തരംതിരിച്ചു എന്ന് സോർട്ട് ചെയ്തു. എന്നിട്ട് ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഇത് നിങ്ങളുടെ ന്യൂ ഹോം, പുതിയ വീടാണ്. ഹിയർ, ഇവിടെ, ഹിയർ ടു, ഇവിടെയും ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, ഇവിടെയുണ്ട്, പേടിക്കേണ്ട, ആരും കരയണ്ട, അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്, മാഷ്മാരും ടീച്ചർമാരും ഒക്കെ അച്ഛന്മാരും അമ്മമാരും ആയിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഹിയർ ദർ ഈസ്, ഇവിടെയും എന്തുണ്ട്? എവറിത്തിങ്, എല്ലാം കിട്ടും. ദാറ്റ് ഈസ് എൻജോയബിൾ,
എന്ന് വെച്ചാൽ സന്തോഷം, ആസ്വാദനം. അപ്പം നിങ്ങൾക്ക് ആസ്വാദനകരമായ സന്തോഷകരമായ കാര്യങ്ങളും ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്, ജീവിതത്തിലേക്കും അറിവിലേക്കും വേണ്ട ഉപകാരപ്പെട്ട, ബെനഫിഷ്യൽ എന്ന് വെച്ചാൽ പ്രയോജനപ്പെട്ട, ഉപകാരപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ആസ്വദിക്കാൻ വേണ്ടത് കിട്ടും, അറിവിനുള്ളത് കിട്ടും. അപ്പോൾ എല്ലാം ഇവിടെ കിട്ടും. ഡ്രൈ യുവർ ടിയേഴ്സ്, കണ്ണൊക്കെ തുടയ്ക്കുക, ആ കണ്ണുനീരൊക്കെ തുടയ്ക്കുക. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, സന്തോഷത്തോടെ. ജോയ്ഫുള്ളി എന്ന് വെച്ചാൽ സന്തോഷം. സന്തോഷത്തോടെ ലൈഫിനെ ഫേസ് ചെയ്യൂ, നേരിടൂ. വോണ്ട് യു? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യില്ലേ ചോദിക്കുവാണ്. അങ്ങനെ ഈ ടീച്ചേഴ്സൊക്കെ വന്ന് പറഞ്ഞപ്പോൾ വി സബ്മിറ്റഡ്, ഞങ്ങൾ കീഴടങ്ങി, ഈൽഡ് ചെയ്തു കേട്ടോ. അടിയറവ് പറഞ്ഞു, വേറെ നിവൃത്തിയില്ലല്ലോ. വി സബ്മിറ്റഡ് ടു ദ ഫാക്റ്റ്. ഫാക്റ്റ് എന്ന് വെച്ചാൽ വസ്തുത. പറഞ്ഞ എല്ലാ വസ്തുതകൾക്കും ഞങ്ങൾ കീഴ്പ്പെട്ടു. ദിസ് സബ്മിഷൻ, ഈ ഒരു കീഴ്പ്പെടൽ, ബ്രോട്ട് നൽകി, എ സോർട്ട് ഓഫ്, ഒരല്പമൊക്കെ കണ്ടൻമെൻറ്റ്. കണ്ടൻമെൻറ്റ് എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നൽകി. എന്തുകൊണ്ടാ? ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്, ജീവജാലങ്ങളെല്ലാം ഡ്രോൺ, അടുക്കും, ആകർഷിക്കും. എന്തിലേക്ക്? അതർ ലിവിങ് ബീയിങ്സിലേക്ക്, അല്ലേ? മറ്റ് ജീവജാലങ്ങളിലേക്ക് ആകർഷിക്കുന്നവരായിരിക്കും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹേർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. അങ്ങനെ എൻ്റെ ആദ്യ നിമിഷം മുതൽ എൻ്റെ ഹൃദയം മെയ്ഡ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആരൊക്കെയാണോ വേർ ടു ബി മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളാകാൻ ആഗ്രഹിച്ചവരൊക്കെ ഞാൻ സുഹൃത്തുക്കളാക്കി. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ലവ് വിത്ത്, സ്നേഹത്തിലാകേണ്ട ഗേൾസുമായിട്ട് ഞാൻ സ്നേഹത്തിലുമായി. ഓക്കെ. ദെൻ ഇറ്റ് സീംഡ് ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. ഇപ്പോഴാണ് ഇറ്റ് സീം ടു മീ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്ത്? മൈ മിസ്ഗിവിങ്സ് എന്ന് വെച്ചാൽ ഡൗട്ട്സ്, എൻ്റെ സംശയങ്ങൾക്ക് ഹാഡ് നോ ബേസിസ്, ഒരടിസ്ഥാനമില്ല എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. എൻ്റെ സംശയങ്ങളൊന്നും ഒരു അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായി തുടങ്ങി. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കൽ പോലും സ്കൂളിനെ ഇങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ റിച്ച്, സമ്പന്നമായ വെറൈറ്റിയോടുകൂടി വ്യത്യസ്തത കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഇടമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിം. ഞങ്ങൾ എല്ലാ തരം കളികളും ഞങ്ങൾ കളിച്ചു. സിങ്സ്, ഊഞ്ഞാലാടി തുടങ്ങി. വോൾട്ടിംഗ് ഹോഴ്സ്, ഒരു ബാലൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തരം കളിയാണ് വോൾട്ടിംഗ് ഹോഴ്സ്, അത് കളിച്ചു. ബോൾ ഗെയിംസ്, പന്തുകൾ കൊണ്ട് കളികൾ കളിച്ചു, എല്ലാം കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ പാട്ട് പാടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വേർതിരിക്കുന്ന റൂമാണത്. ആ റൂമിൽ കയറി വി ചാൻറ്റഡ്, ഞങ്ങൾ പാട്ടുപാടി. ചാൻറ്റ് എന്ന് വെച്ചാൽ സിങ്, പാടുക. എന്തു പാടി? ഞങ്ങളുടെ ആദ്യത്തെ പാട്ടൊക്കെ ഞങ്ങൾ പാടി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഭാഷകളെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ആദ്യമായിട്ട് പുതിയ പുതിയ ഭാഷകളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഓരോ ഭാഷയൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. വി സോ എ ഗ്ലോബ് ഓഫ് എർത്ത് വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. അതുപോലെ ഞങ്ങൾ കണ്ടു ഗ്ലോബ്, എർത്തിൻ്റെ, ഭൂമിയുടെ ഗ്ലോബ് ഞങ്ങൾ കണ്ടു. അത് വിച്ച് റിവോൾവ്ഡ്, തിരിയുന്ന ഗ്ലോബായിരുന്നു. അത് ഷോവ്ഡ്, അതിൽ കാണാമായിരുന്നു. വേരിയസ്, വ്യത്യസ്തങ്ങളായ, കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളും, കൺട്രീസ്, രാജ്യങ്ങളും കാണാൻ പറ്റുന്ന ഗ്ലോബ് ഞങ്ങൾ കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. വി സ്റ്റാർട്ടഡ് ലേണിംഗ്, ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. നമ്പേഴ്സ്, അക്കങ്ങൾ പഠിക്കാൻ തുടങ്ങി. എല്ലാം പഠിച്ചു തുടങ്ങി എന്നർത്ഥം കേട്ടോ. മാത്സ്, ലാംഗ്വേജ് എല്ലാം പഠിച്ചല്ലേ. സോഷ്യൽ എല്ലാം പഠിക്കുന്നുണ്ട്. മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഗെയിമും ഉണ്ട്, പ്ലേ ടൈമും ഉണ്ട്. അതിനിടയിലോ വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്, രുചികരമായ ഭക്ഷണവും, രുചികരമായ ഭക്ഷണവും ഞങ്ങൾ എയ്റ്റ് എന്ന് വെച്ചാൽ കഴിച്ചു. ഈറ്റിൻ്റെ പാസ്റ്റാണ് കേട്ടോ. അതും കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ് എന്ന് വെച്ചാൽ ഷോർട്ട് സ്ലീപ്പാണ്, ചെറിയ ഉറക്കം. ഇച്ചിരി കുറച്ച് നേരമൊക്കെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി. ആൻഡ് വോക്കപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. പിന്നെ ഞങ്ങൾ വോക്കപ്പ്, എഴുന്നേറ്റിട്ടോ, ടു ഗോ ഓൺ, കണ്ടിന്യൂ എന്നർത്ഥം കേട്ടോ, തുടർന്നു പോയി. എന്തിൽ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലും സൗഹൃദത്തിലും സ്നേഹത്തിലും ഞങ്ങൾ തുടർന്നു പോയി. പ്ലേ ആൻഡ് ലേണിംഗ്, കളിക്കുന്നു, തമാശകൾ പറയുന്നു. എഗെയിൻ ഞങ്ങൾ ലേണിംഗ്, പഠിക്കുന്നു. അങ്ങനെ പോയി. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്.
അങ്ങനെ ഞങ്ങളുടെ പാത്ത് വഴി റിവീൽഡ് വെളിപ്പെട്ട് വരികയാണ് കേട്ടോ. ഞങ്ങളുടെ വഴി ഇതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി വരുവാണ്. ഹൗവർ എന്നിരുന്നാലും വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിലും മൊത്തം സ്വീറ്റ് അല്ല, മധുരമായിട്ടങ്ങ് പോവുമല്ല സ്കൂള് വിദ്യാഭ്യാസം. അതുപോലെ അൺക്ലൗഡഡ് ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ ബ്രൈറ്റ്, അൺക്ലൗഡഡ്. എന്താ ക്ലൗഡ്? മേഘം. അപ്പോൾ മേഘമില്ലാത്ത രീതിയിൽ വെച്ചാൽ തെളിഞ്ഞതുപോലെയൊന്നും കാണപ്പെട്ടില്ല. ജീവിതം അങ്ങനെ തെളിഞ്ഞു നിൽക്കുവാൻ തോന്നിയില്ല എന്ന്. എന്തൊക്കെ വന്നിരുന്നു ലൈഫിൽ? ഡസ്റ്റ് ലേഡൻ വിൻസ്, പൊടി നിറഞ്ഞ കാറ്റുകളും അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ്, അപ്രതീക്ഷിത അപകടങ്ങളും കുഡ് ഹാപ്പൻ സഡൻലി, പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിരുന്നു. സോ അതുകൊണ്ട് വി ഹാഡ് ടു ബി വാച്ച്ഫുൾ, ഞങ്ങൾ ജാഗ്രത, വാച്ച്ഫുൾ എന്ന് പറഞ്ഞാൽ കെയർഫുൾ, വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ടിയിരുന്നു. ആൻഡ് വെരി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമ, വളരെ ക്ഷമയുള്ളവരാകേണ്ടിയിരുന്നു. ഇറ്റ് വാസ് നോട്ട് അറ്റ് ആൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫോളിങ് അറൗണ്ട്. ഇത് എന്തുമാത്രമല്ല, എന്തിൻ്റെ വിഷയമല്ലായിരുന്നു? പ്ലേയിങ്, കളിക്കുകയും തമാശ പറയുകയും ചുറ്റുമുള്ള ആളുകളുടെ കൂടെയൊക്കെ ഫോളിങ് അല്ലേ, അവരുടെ കൂടെയൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമല്ലായിരുന്നു. എന്തും നടന്നു ഇടയ്ക്ക്? റൈവൽറീസ് എന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ് കേട്ടോ. മത്സരങ്ങളും എതിരാളികളൊക്കെ വരില്ലേ, ആ സമയത്തെ മത്സരങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നത് മുഴുവൻ അബൌട്ട് പെയിൻ, വേദനകൾ നിറഞ്ഞതായിരുന്നു. ആൻഡ് ഹെയ്റ്റ്രഡ്, ഒന്നുകിൽ വെറുപ്പ്, വേദന. ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്, അല്ലെങ്കിൽ നേരിട്ട് പോയി ഫൈറ്റ് ചെയ്യുമായിരുന്നു, തല്ല് അടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് വൈൽ, അതേസമയം തന്നെ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. നേരത്തെ ഒരു സ്ത്രീനെ നമ്മൾ കണ്ടില്ലേ, ലേഡി സ്റ്റാഫ്, അവർ ചില സമയങ്ങളിലൊക്കെ ചിരിക്കുമായിരുന്നെങ്കിലും ഷീ വുഡ് ഓഫൺ പറഞ്ഞാൽ മിക്കപ്പോഴും സ്കോൾ ആൻഡ് സ്കോൾഡ്. സ്കോൾ ചെയ്യാന്ന് വെച്ചാൽ ഫ്രോൺ ചെയ്യുക, നെറ്റിയൊക്കെ ചുളിക്കുക. എപ്പോഴാണ് നെറ്റി ചുളിക്കുക? എന്തിന് ലക്ഷണമാണ്? ടു ഷോ ആങ്കർ അല്ലേ, ദേഷ്യം കാണിക്കുക. അപ്പോൾ ആ മീനിങ്ങാണ് വരുന്നത് കേട്ടോ. ടു ഷോ ആങ്കർ, ദേഷ്യം കാണിക്കുക എന്നാണ് സ്കോളിൻ്റെ അർത്ഥം. സ്കോൾ ചെയ്യുക, നമ്മുടെ ഈ നെറ്റിയൊക്കെ ചുളിച്ച് ദേഷ്യം കാണിക്കുമായിരുന്നു ആ സ്ത്രീ. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ദേഷ്യം പിടിപ്പിക്കുമായിരുന്നു, ദേഷ്യം കാണിക്കുമായിരുന്നു. ആൻഡ് സ്കോൾഡ് ചെയ്യായിരുന്നു. സ്കോൾഡ് എന്ന് വെച്ചാൽ ചീത്ത പറയുക, വഴക്ക് പറയുമായിരുന്നു. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പനിഷ്മെൻറ്റ്, ഞങ്ങളെ ശാരീരികമായ ശിക്ഷയും ഞങ്ങൾക്ക് തന്നിരുന്നു. ഞങ്ങളെ ശാരീരിക ശിക്ഷയും ഞങ്ങൾക്ക് തന്നിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടത് ഈ സ്കൂളിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഇനി കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് ദ വർക്ക്. അങ്ങനെ ബെല്ല് മുഴങ്ങി. അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ, ആ ഒരു ദിവസം കടന്നുപോയി എന്നും ആ ദിവസത്തെ എൻഡ് ഓഫ് വർക്ക്, ആ ജോലി കഴിഞ്ഞു എന്നും തെളിയിക്കുന്ന, സ്കൂൾ വിട്ടു എന്നുള്ള ബെല്ലുണ്ടല്ലോ, അത് മുഴങ്ങി. ഈ സമയത്ത് സ്കൂൾ വിട്ടു എന്ന് മനസ്സിലായപ്പോൾ എന്ത് സംഭവിക്കും? ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ് ദ ഗേറ്റ്. ത്രോങ്സ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ്, ഒരു കൂട്ടം പിള്ളേർ, കുട്ടികൾ, ഇതിനകത്തുള്ള പിള്ളേർ മൊത്തം റഷ്ഡ്, കുതിച്ചു. ടുവേർഡ് ദ ഗേറ്റ്, ഗേറ്റിലേക്ക് കുതിച്ചു. വിച്ച് വാസ് ഓപ്പൺ എഗെയിൻ, ഒന്നുകൂടെ ഗേറ്റ് തുറന്നു. ഇപ്പോൾ രാവിലെ അടച്ച ഗേറ്റാണേ, ഇപ്പം അത് തുറന്നു. അങ്ങനെ ഐ ബെയ്ഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സീ ടു ഹാർട്ട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഐ ബെയ്ഡ് ഫെയർവെൽ, ഈ ബിഡ് ഫെയർവെൽ എന്ന് കേട്ടിട്ടില്ലേ, അതിൻ്റെ പാസ്റ്റാണ് ബെയ്ഡ് ഫെയർവെൽ. സെഡ് ഗുഡ് ബൈ, നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുവാണ് കേട്ടോ, അതാണ് ബെയ്ഡ് ഫെയർവെൽ. ഫെയർവെല്ലൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനും സീ ടു ഹാർട്ട്സിന്, പ്രിയപ്പെട്ടവർക്കും കേട്ടോ. ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടായി, അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് തിരിയുവാണ്. പിരിഞ്ഞു. പാസ്ഡ് ത്രൂ ദ ഗേറ്റ്, ഗേറ്റിലേക്ക് ഞാൻ കടന്നു. ഐ പിയേർഡ് എറൗണ്ട്. ഐ പിയേർഡ് മീൻസ് ലുക്ക്ഡ് കെയർഫുള്ളി, സൂക്ഷിച്ചു നോക്കി, ചുറ്റുവട്ടമൊക്കെ സൂക്ഷിച്ചു നോക്കി. അവിടെ ആര് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നേ? അച്ഛൻ. പക്ഷേ ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. നോ ട്രേസ് എന്ന് വെച്ചാൽ സൈൻ, അടയാളം, സിമ്പിൾ എന്നൊക്കെയാണ്. എൻ്റെ അച്ഛൻ്റെ സിമ്പിൾ ഇവിടെ കാണാനില്ല. അച്ഛൻ്റെ ഒരു പൊടി പോലും ഈ ഗേറ്റിൻ്റെ പുറത്ത് കാണാനില്ല. അച്ഛൻ വന്നിട്ടില്ല. പക്ഷെ അച്ഛൻ ഹു ഹാഡ് പ്രോമിസ്ഡ്, വാക്ക് തന്നിരുന്നതാ, ടു ബി ദർ, ഇവിടെ ഉണ്ടാകുമെന്ന്.
ഐ സ്റ്റെപ്പ്ഡ് അസൈഡ്, ഞാൻ ഒരു സൈഡിലോട്ട്, ഒരു വശത്തോട്ട് ഞാൻ മാറി നിന്നു. ഓക്കെ, ടു വെയിറ്റ്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. അച്ഛൻ അല്ലെങ്കിൽ അമ്മ വരുമെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വരുമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്പം മാറി നിൽക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കൊച്ചിങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് എ വെയിൽ, കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ലോങ് ടൈമാണ്, വിത്തൗട്ട് എ വെയിലാണ്. എ വെയിൽ മീൻസ് യൂസ്, ഉപയോഗം എന്നൊക്കെ അർത്ഥം, റിസൾട്ട് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വിത്തൗട്ട് അവെയിലാണ്. അപ്പോൾ ഒരു ഉപയോഗം ഉണ്ടായില്ല. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും അച്ഛൻ വന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ നായകൻ കൊച്ചി ഒരു കാര്യം തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. ഞാൻ തീരുമാനിച്ചു ടു റിട്ടേൺ ഹോം, വീട്ടിലോട്ട് തിരിച്ചു പോവുക. എങ്ങനെ തിരിച്ചു പോവുക? വേറെ വല്ല വണ്ടി വിളിക്കണോ? വേണ്ട. ഓൺ മൈ ഓൺ, ഞാൻ സ്വന്തമായി പോവുക. ഒറ്റയ്ക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, ഒരു ഏതാനും ചുവടുകൾ ഞാൻ നടന്ന ശേഷമാണ്, ആ സമയത്ത് ഏതാനും പടികൾ ആ ചുവട് വെച്ചപ്പോൾ എ മിഡിൽ ഏജ്ഡ് മാൻ, ശ്രദ്ധിച്ചിരിക്കണേ, ഒരു മധ്യവയസ്കനായ മനുഷ്യൻ പാസ്ഡ് ബൈ, കടന്നു വരുന്നു. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് എന്ന് വെച്ചാൽ സഡൻലി എന്നർത്ഥം കേട്ടോ. ഉടനെ തന്നെ. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു. ദാറ്റ് ഐ ന്യൂ ഹിം, എനിക്ക് അയാളെ അറിയാം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനിയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രായമുള്ള മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് ഇയാളെ അറിയാമല്ലോ എന്ന് നമ്മുടെ നരേറ്റർ മനസ്സിലാക്കി. ഇയാളെനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കൊച്ചാണോ ഈ കണ്ട മിഡിൽ ഏജ് മാനെ തിരിച്ചറിഞ്ഞത്? നമുക്ക് വഴിയെ മനസ്സിലാവും. ഹി കെയിം ടുവേർഡ് മീ, ഈ വന്ന മിഡിൽ ഏജ് മാൻ ഉണ്ടല്ലോ, എൻ്റെ അടുത്തേക്ക് വന്നു. സ്മൈലിംഗ്, പുഞ്ചിരിച്ചു. ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്, കൈ പിടിച്ച് ഇളക്കി എന്ന് വെച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന്. എന്നിട്ട് പറയുവാണേ, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? എന്ത് മനസ്സിലായി? ഇറ്റ്സ് എ ലോങ് ടൈം, ഒരുപാട് കാലമായല്ലോ. വി ലാസ്റ്റ് മെറ്റ്, നമ്മൾ അവസാനമായി കണ്ടുമുട്ടിയിട്ട് ഒരുപാട് നാളായല്ലോ. ഇത് ഇങ്ങനെ പറയണമെങ്കിൽ ഇവർ തമ്മിൽ ഒരേ പ്രായമായിരിക്കണ്ടേ. ഹൗ ആർ യു, എങ്ങനെ, സുഖമായിരിക്കുന്നു. അപ്പോൾ ഇത് കുഞ്ഞല്ല, ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് അകത്തോട്ട് കയറിപ്പോയ കുട്ടിയല്ല പുറത്ത് നിൽക്കുന്നത് എന്നർത്ഥം. ഓക്കെ, വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്, അതായത് ഒരു സാഹചര്യം എന്ന് വെച്ചാൽ കാലഘട്ടം മാറി വരുവാണ് എന്നർത്ഥം കേട്ടോ. കാലഘട്ടം മാറി എന്നർത്ഥം. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്, നോഡ് എന്ന് വെച്ചാൽ തലയാട്ടുക. എൻ്റെ തലയാട്ടിക്കൊണ്ട് ഐ എഗ്രീഡ് വിത്ത് ഹിം, ഞാൻ അദ്ദേഹത്തോട് യോജിച്ചു. ശരിയാ, ഒരുപാട് കാലഘട്ടമായി നമ്മളും തമ്മിൽ കണ്ടിട്ടെന്നും സുഖമാണെന്നുള്ള മട്ടിൽ തലയാട്ടി എന്നർത്ഥം. എന്നിട്ട് ഇൻ ടേൺ ആസ്ക്ഡ്, തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ആൻഡ് യു, നിങ്ങളോ? ഹൗ ആർ യു, എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? അപ്പം നമ്മുടെ ആ വ്യക്തി പറയുവാണ്, ആസ് യു ക്യാൻ സീ, നിനക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, എല്ലാം അത്ര നല്ലതായിട്ട് പോകുന്നില്ല, ആരോഗ്യം ഇച്ചിരി മോശമാണടാ എന്ന മട്ടിൽ. ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്, ഓൾമൈറ്റി എന്ന് വെച്ചാൽ ആരെയാണ് ഉദ്ദേശിച്ചത്? ഗോഡിനെ. ദൈവം വാഴ്ത്തപ്പെടട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ എഗെയിൻ ഹീ ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്, എഗെയിൻ വീണ്ടും അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് വെൻറ്റ് ഓഫ്, അങ്ങോട്ട് പോയി, അയാളുടെ വഴിക്ക് പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ ഏതാനും ചുവടുകൾ മുന്നോട്ട് നടന്നു. ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്, പെട്ടെന്ന്, സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ്, ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് അവിടെ ഹാൾട്ട് നിന്നു. എന്തുകൊണ്ടായിരിക്കുന്നത്? ഗുഡ് ലോഡ്, എൻ്റെ ദൈവമേ, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻ, രാവിലെ വരുമ്പോൾ കണ്ടത് എന്ന് വെച്ചാൽ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കണ്ടത് ഗാർഡൻ നിറഞ്ഞ വഴിയാണെന്നല്ലേ. ആ സ്ട്രീറ്റൊക്കെ ഇപ്പോൾ എവിടെ പോയി? വേർ വാസ്, എവിടെയാ സ്ട്രീറ്റ്? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, ഡിസപ്പിയർഡ് അപ്രത്യക്ഷമാവുക. എങ്ങോട്ടാണ് ഇതൊക്കെ ഡിസപ്പിയർഡായി പോയത്, അപ്രത്യക്ഷമായി പോയത്? ഇപ്പം ഇതൊന്നും കാണാനില്ല. വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്, എപ്പോഴാണ് ഓൾ ദീസ് വെഹിക്കിൾസ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്ന വെഹിക്കിൾസ് ഉണ്ടല്ലോ, വാഹനങ്ങളൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ഇൻവേഡ് ഇറ്റ്, ഈ സ്ട്രീറ്റിനെ ഇൻവേഡ് ചെയ്യുക എന്ന് വെച്ചാൽ കീഴടക്കുക, പിടിച്ച് എടുക്കുക. അപ്പോൾ എപ്പോഴാണ് ഇത് എൻ്റർ ചെയ്തത്, ഇങ്ങോട്ട് പ്രവേശിച്ചത്? അറിയില്ല. ഇത്രമാത്രം വാഹനങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്ന്.
And when did all these hordes of humanity come to live upon its surface? When did, എപ്പോഴാണ് all these hordes of humanity, ഹോർഡ് എന്ന് വെച്ചാൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടം മനുഷ്യവർഗം കം ടു ലീവ് അപ്പോൺ ഇറ്റ്സ് സർഫസ്, ഇവിടെ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത് എപ്പം മുതലാണ്? അതിനർത്ഥം സിറ്റി പഴയ പോലെയല്ല, ഇങ്ങോട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ കണ്ടതുപോലെയല്ല, തിരിച്ചിറങ്ങി പോകുമ്പോൾ കാലഘട്ടങ്ങൾ പലതും മാറി, കാലഘട്ടങ്ങൾ വർഷങ്ങൾ കടന്നു പോയതാട്ടാ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ എണ്ണം കൂടി, ആളുകളുടെ എണ്ണം കൂടി, വീടുകളുടെ എണ്ണം കൂടി. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്? അതുപോലെ ഈ തെരുവിൽ ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് എന്ന് വെച്ചാൽ നിരസിക്കാമെന്നാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് വേസ്റ്റ് മെറ്റീരിയൽ ആട്ടോ. അതായത് അതാണ് ഹിൽസ് ഓഫ് റെഫ്യൂസ്, ഹിൽസ് ഓഫ് വേസ്റ്റ്, മാലിന്യ കൂമ്പാരങ്ങളൊക്കെ കം ടു കവർ ഇറ്റ് സൈഡ്. ഇതിൻ്റെ ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശങ്ങളും മൂടപ്പെട്ട രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേഡ് ഇറ്റ്, ഈ സ്ട്രീറ്റിനെ ബോർഡർ ചെയ്തിരുന്ന എന്ന് വെച്ചാൽ ആ സ്ട്രീറ്റിൻ്റെ ഈ തെരുവിൻ്റെ ഒക്കെ അതിർത്തിയായി നിന്നിരുന്ന പാടങ്ങളൊക്കെ എവിടെ പോയി അറിയില്ല. ഹൈ ബിൽഡിങ്സ് ഹാവ് ടേക്കൺ ഓവർ, ഉയർന്ന കെട്ടിടങ്ങളൊക്കെ വന്നിരിക്കുന്നു. സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ, ഈ സ്ട്രീറ്റിലാണെങ്കിൽ ഇത് തെരുവ് നിറച്ച്, സർജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ്, വർദ്ധിച്ചിരിക്കുക, കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് മൊത്തം തലങ്ങും വിലങ്ങും പിള്ളേർ നടക്കുന്നുണ്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ, ഡിസ്റ്റേബ് ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ അസഹ്യപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ, ഓണടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ശബ്ദങ്ങളും ഫാക്ടറിയുടെ ഒക്കെ വരുന്ന ഒച്ചയും എല്ലാം കൂടെ ഈ എയർ മൊത്തം ഇളക്കി മറിക്കുന്നുണ്ട്. Then there was a band announcing the opening of a circus. അതേപോലെ ഒരു സർക്കസ് ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ അനൗൺസ്മെൻറ്റും അതിലൂടെ നടക്കുന്നുണ്ട്. ഈ ഒച്ചപ്പാടാണ് കേട്ടോ, ബഹളമാണ് മുഴുവൻ, നോയിസ് പൊല്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. വിത്ത് ക്ലൗഡ്സ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്, ഈ സർക്കസ് കൂടാരം വരാൻ പോകുന്നു എന്നതിൻ്റെ അനൗൺസ്മെൻറ്റാണ്. ഒരു ജാഥ പോലെ റോഡ് കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് ക്ലോൺസ് എന്ന് വെച്ചാൽ ഈ ബഫോണില്ലേ, എന്താ പറയുക, ജോക്കേഴ്സ്, ചെറിയ ചെറിയ കുള്ളന്മാരൊക്കെ വേഷം കെട്ടിയിട്ട് വരത്തില്ലേ, അങ്ങനെയുള്ളവരും വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഈ ഭാരമൊക്കെ വഹിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, വലിയ മല്ലന്മാരൊക്കെ നടക്കുന്നുണ്ട്. റോഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിരയിൽ നടക്കുന്നുണ്ട്. ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ, അതുപോലെ ഒരു കൂട്ടം ട്രക്സാണ്, സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്പിൻ്റെ ഒരു കൂട്ടം ട്രക്കുകളാണ് ക്രോൾഡ്, ഇഴഞ്ഞു നീങ്ങുന്നത്, മെജസ്റ്റിക്കലി, രാജകീയമായി. ഓക്കെ, അങ്ങനെ വളരെ ആദരവോട് കൂടിയാണ് ഇതിങ്ങനെ ഒരു ജാഥ ഇങ്ങനെ പോകുന്നത്. ഈ സമയത്താണ് ദ സൈറൻ ഓഫ് എ ഫയർ എൻജിൻ ഷ്രീക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്ക്രീം, നിലവിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു ഫയർ എൻജിൻ എവിടെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിരക്കേറിയ പാതയിലൂടെ ഒരു ഫയർ എൻജിൻ വരുന്നുണ്ട്, അതിന് സൈറൻ മുഴങ്ങുന്നുണ്ട്. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, പക്ഷെ വ്യക്തമല്ല, ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ, എങ്ങനെ ആയിരിക്കും ഈ ഒരു തീ പിടിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് ക്ലീവ് ഇറ്റ്സ് വേ, എങ്ങനെ വഴിതെളിക്കും അറിയത്തില്ല. ഇത്രയും വണ്ടികളാണ് ഇതിനിടയിൽ കൂടെ പാഞ്ഞു പോകുന്നത്. എ ബാറ്റിൽ റേഗ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ, ഇതിനിടയിൽ റേഗ്ഡ് എന്ന് വെച്ചാൽ ഒരു യുദ്ധം എന്ന് വെച്ചാൽ ദേശത്തിൻ്റെ കലാപം നടക്കുന്നുണ്ട്, വേറൊരു ദേശീയപ്രകടനം നടക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണ്? റോഡ് പക്കത്തിരുന്ന് ഒരു ടാക്സി ഡ്രൈവറും അതിലത്തെ പാസഞ്ചറും തമ്മിൽ വല്ലാത്ത വഴക്ക്. ആ സമയത്ത് വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ്, ആ യാത്രക്കാരൻ്റെ ഭാര്യ കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, അലറി വിളിക്കുന്നുണ്ട്, അതായത് സഹായത്തിന് വേണ്ടി, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഈ പാസഞ്ചർ ഡ്രൈവറും തമ്മിൽ ഭയങ്കര വഴക്കാണ്, ഇവരെ ഒന്ന് പിടിച്ചു മാറ്റുമെന്ന് പറയുന്നുണ്ട്. ബട്ട് നോ വൺ ആൻസേർഡ്, ആരും പ്രതികരിക്കുന്നില്ല, ഉത്തരം പറയുന്നില്ല. ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ വർണ്ണിക്കുന്ന കേട്ടോ. ഇന്നിങ്ങനെയൊക്കെയാണ്. ഗുഡ് ഗോഡ്, ദൈവമേ, ഐ വാസ് ഇൻ എ ഡേയ്സ്, എനിക്ക് ആകെ കൺഫ്യൂഷനിലായി, ആകെപ്പാടെ തല ഇറങ്ങുന്ന പോലെ തോന്നി. മൈ ഹെഡ് സ്പൺ, ഈ സ്പണ്ണെന്ന് വെച്ചാലും ആകെ തല കറങ്ങുകയാണ്, റൊട്ടേറ്റ് ചെയ്യുക, തിരിയാണ് കേട്ടോ. ആകെ കൺഫ്യൂഷനായിട്ട് തലയൊക്കെ തിരിയുന്നത് പോലെ തോന്നുകയാണ്. ഐ ഓൾമോസ്റ്റ് ബിൻ ക്രേസി, എനിക്ക് ഏകദേശമൊക്കെ ഉണ്ടല്ലോ വട്ടായി തുടങ്ങിയിട്ടുണ്ട്, ക്രേസി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻ ഇൻ ഹാഫ് ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ചെറിയ ദിവസത്തെ ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൻ്റെ അരഭാഗം കൊണ്ട്, അത് ഏർലി മോർണിംഗ് അതിരാവിലെ മുതൽ സൺസെറ്റ് ആകണ വരെ, അല്ലെ സൂര്യാസ്തമയം വരെയുള്ള ഈ വൈകുന്നേര സമയത്തിനുള്ളിൽ, രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അറിയില്ല.
ഞൊടിയിട കൊണ്ടാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കാര്യങ്ങളും വളരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ കേട്ടോ. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എനിക്കിതിൻ്റെയൊക്കെ ആൻസർ വേണം, അത് ഞാൻ കണ്ടുപിടിക്കും. എവിടെ പോയിട്ട്? അറ്റ് ഹോം, വീട്ടിൽ പോയിട്ട്. വിത്ത് മൈ ഫാദർ, എൻ്റെ അച്ഛനോട് ഞാൻ ചോദിക്കും. പക്ഷേ ഒരു കുഴപ്പം, ബട്ട് വേർ വാസ് മൈ ഹോം? എവിടെയായിരുന്നു എൻ്റെ വീട്? അതും അറിയണില്ല. ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. ഐ കുഡ് സീ, എനിക്ക് കാണാൻ പറ്റുന്നത് എന്തുമാത്രം ഉള്ളതെന്നറിയോ? ടോൾ ബിൽഡിങ്സ്, ഉയർന്നുയർന്ന കെട്ടിടങ്ങളും, ഹോർഡ്സ് ഓഫ് പീപ്പിൾ. ഹോർഡ്സ് നമ്മൾ നേരത്തെ കേട്ടതാ, ഗ്രൂപ്പ്സ് അല്ലേ? ഒരു കൂട്ടം ആളുകളെയും അല്ലാതെ വേറൊന്നും കാണുന്നില്ല. ആളുകളെയും ബിൽഡിങ്സും മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും ഐ ഹേസ്റ്റൻഡ്, ധൃതിയിൽ നടക്കുകയാണ് കേട്ടോ, ധൃതിയാണ് ഹേസ്റ്റൻ. ഓൺ ടു ദ ക്രോസ് റോഡ്, ഞാൻ ഈ റോഡ് മുറിച്ച് കടക്കണം. ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബു ഖോദ. അബു ഖോദ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഈജിപ്തിലെ കെയ്റോ എന്ന ഒരു സിറ്റിയിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് അബു ഖെയ്ദ. ഓക്കെ, അബു ഖൈദയും ഗാർഡൻസിൻ്റെയും ഇടയിലൂടെ ഒരു റോഡുണ്ട്, ക്രോസ് റോഡ്. ആ റോഡിലൂടെ പോയാലേ ഇവൻ്റെ വീട്ടിലോട്ട് എത്തുക. ഐ ഹാഡ് ടു ക്രോസ് അബു ഖോദ. അബു ഖോദ റോഡ് മുറിച്ച് കടക്കണം. ടു റീച്ച് മൈ ഹൗസ്, എൻ്റെ വീട്ടിലോട്ട് എത്തണമെങ്കിൽ. പക്ഷേ എന്താണ് കുഴപ്പം? ദ സ്ട്രീം ഓഫ് കാർസ്, കാറിൻ്റെ നിര അല്ലേ, ഒരു വണ്ടികളുടെ അങ്ങോട്ട് ആ ഒരു ഒഴുക്കാണ്. വുഡ് നോട്ട് ലെറ്റ് അപ്പ്. ലെറ്റ് എന്ന് വെച്ചാൽ അനുവദിക്കുക. ഈ വണ്ടി ഇങ്ങനെ പോയി വരുന്നത് കൊണ്ട് എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളതിൽ റീഡിൻ്റെ മുമ്പിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിൽക്കേണ്ട വന്നിട്ടുണ്ടാവും. അതേപോലെ ഒരുപാട് വികസനം വരുന്തോറും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. ദ ഫയർ എൻജിൻസ് സൈറൺ വാസ് ഷ്രീക്കിംഗ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് ആസ് എ സ്നെയിൽ പേസ്. ഒരു ഫയർ എൻജിൻ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നല്ലേ, പക്ഷേ അതിൻ്റെ സൈറൺ ഉണ്ടല്ലോ, ഷ്രീക്കിംഗ്, ഇപ്പോഴും അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതോടെ പാസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല, അത്രയും ട്രാഫിക്കാണ്. ഫുൾ പിച്ചിലാണ് എന്ന് വെച്ചാൽ അത്രയും വലിയ തോതിലാണ് അലറി വിളിക്കുന്നത്. പക്ഷേ പോകുന്നതോ ഇറ്റ് മൂവ്ഡ്, അത് ചലിക്കുന്നത് സ്നെയിൽസ് പേസ് ആണ്. സ്നെയിൽ എന്ന് വെച്ചാൽ എന്താ? ഒച്ച് അല്ലേ. അപ്പോൾ ഒച്ചിൻ്റെ പേസ് എന്ന് വെച്ചാൽ വേഗത കേട്ടോ, സ്പീഡ്. അപ്പോൾ ഒച്ചിൻ്റെ വേഗത നമുക്കറിയാമല്ലോ, മെല്ലെ അല്ലേ പോവുള്ളൂ. അപ്പോൾ ഒച്ചിൻ്റെ വേഗതയിലാണ് അത് പോണത്. അതവിടെ എത്തുമ്പോഴത്തേനും നായകൻ വിചാരിക്കുകയാണ്, ഐ സെഡ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ ആ തീ പിടിച്ചത് എന്തിനാണ്? അത് അണയ്ക്കാനാണല്ലോ ഈ ഫയർ എഞ്ചിൻ പോകുന്നത്. ഇതവിടെ ചെല്ലുമ്പോഴത്തേക്കും ലെറ്റ് ദ ഫയർ, ആ തീയൊക്കെ ടേക്ക് ഇറ്റ്സ് പ്ലഷർ, സന്തോഷത്തോടെ വിഴുങ്ങിക്കാണും. വാട്ട് ഇറ്റ് കൺസ്യൂം, എന്തിനാണോ അത് ഭക്ഷണമാക്കി കൺസ്യൂം ആക്കി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്, അത് ഫുള്ള് വിഴുങ്ങിയിട്ടുണ്ടായിരിക്കും. എത്തുമ്പോഴേക്കും എല്ലാം കഴിയും അല്ലേ, ചാരം മാത്രം കിട്ടും പോകുമ്പോഴത്തേനും. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. അങ്ങനെ അങ്ങേയറ്റം, എക്സ്ട്രീമിലി അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയിട്ട്, ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട്, അങ്ങനെ എല്ലാം കൂടെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഐ വണ്ടേർഡ്, ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുക. റോഡ് ക്രോസ് ചെയ്യണമല്ലോ. വെൻ, എപ്പോഴാണ് ഐ വുഡ് ഏബിൾ ടു ക്രോസ്, എനിക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക? എനിക്ക് എപ്പോഴാണ് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക? ഈ റോഡ് മുറിച്ച് കടക്കണം, അതും വേണ്ടി ഞാൻ കാത്തു നിൽക്കുക. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം, ഞാൻ അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്നു. എവിടെ? ആ റോഡിൻ്റെ പക്കത്ത്. എപ്പോൾ വരെ നിന്നു? അൺടിൽ, അതുവരെ. ഏതുവരെ? ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. യങ് ലാഡ് എന്ന് വെച്ചാൽ കിഡ്, ഒരു കുട്ടി, ഒരു ബോയ് എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ ഒരു യങ് ബോയ്, ഒരു ചെറുപ്പക്കാരനായ ഒരു ബോയ് വന്നിട്ട്, അവൻ എംപ്ലോയി ആണ്, അവിടുത്തെ ഒരു തൊഴിലാളിയാണ്. അയണിങ് ഷോപ്പ് നമുക്കറിയില്ലേ, ഈ തുണികളൊക്കെ ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ഷോപ്പ്. അവിടെ ആ ഷോപ്പിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി വന്ന്, ഇത്രയും നേരം നിൽക്കുന്ന കണ്ടപ്പോൾ ഇറങ്ങി വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. കെയിം അപ് ടു മീ, എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം, അവൻ്റെ സ്ട്രെച്ച്ഡ് എന്ന് വെച്ചാൽ കൈ നീട്ടി പിടിച്ചു. ആ കൈയാണ് കേട്ടോ, കൈ വലിച്ച് നീട്ടി പിടിച്ചിട്ട്, സെഡ് ഗാലന്റിലി എന്ന് വെച്ചാൽ പൊളൈറ്റ്ലി, മര്യാദയോടുകൂടി എന്നോട് പറഞ്ഞു. അത് കൈ പിടിച്ചിട്ട്, എൻ്റെ കയ്യിലോട്ട് പിടിക്കാനെന്ന പോലെ കൈ നീട്ടി എൻ്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്, നമുക്ക് റോഡ് മുറിച്ച് കടക്കാം. അപ്പോൾ അവൻ സഹായിക്കും എന്ന മട്ടിലാണ് അവൻ വന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്കൂളിലോട്ട് പോയത് അച്ഛൻ്റെ കൈയും പിടിച്ച്, പക്ഷേ ഒരു റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് വേറൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതാണ്. ഒരു ചെറിയ നിമിഷം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് പല മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു
ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. ഈജിപ്ഷ്യൻ കഥയാണിത്. ഓക്കെ, കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് അടിക്കുക. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.